നമസ്കാരം. പാലത്തായി പീഡനക്കേസ് പത്മരാജൻ മാസ്റ്ററുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു. അപ്പോൾ ആ കേസിനെ സംബന്ധിച്ച് ആ കേസ് എങ്ങനെയാണ് ഉരുവായി വന്നത്, അതിൻ്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനകൾ എന്തൊക്കെയായിരുന്നു, പത്മരാജൻ മാസ്റ്ററെ ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയ ശക്തികൾ എന്തുകൊണ്ട് ലക്ഷ്യം വെച്ചു, ഇതിനെ സംബന്ധിച്ച് തത്വമയി ന്യൂസ് വിശദമായി തന്നെ പല വിശകലനങ്ങളും പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിഷയത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന, ഏറ്റവും ഭംഗിയായി പ്രതികരിക്കാൻ കഴിയുന്നത് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായ KP ശശികല ടീച്ചറിനാണ്. ടീച്ചറെ നമുക്കൊന്ന് ഫോണിൽ ബന്ധപ്പെടാം, ടീച്ചറിലേക്കൊന്ന് പോകാം. ആധുനിക സമൂഹത്തില് പീഡനം ഒരു നടക്കാത്ത കാര്യമൊന്നുമല്ല. അത് പലപ്പോഴും ബാലപീഡനം നടക്കാം. അത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഇന്ന പാർട്ടി എന്ന്, അതിൽ ആദർശം അല്ലെങ്കിൽ വെച്ചുകൊണ്ടല്ല, കാരണം മനുഷ്യന്റെ ചില സ്വഭാവ വൈകൃതങ്ങൾ അതെല്ലാവർക്കും വന്നേക്കാം. അതുകൊണ്ട് തന്നെ പാലത്തായിൽ ഇങ്ങനൊരു പീഡന കേസ് കേട്ടപ്പോൾ അദ്ദേഹം BJP-കാരനായിട്ടും അദ്ദേഹം RSSന്റെ പ്രവർത്തകനായിട്ടും ഞങ്ങളുടെ ഒരാളുടെ ഭാഗത്തുനിന്നും പിന്തുണയ്ക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയും വന്നില്ല. അതിന് ചില പശ്ചാത്തലങ്ങളുണ്ടോ എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. CAA വിരുദ്ധ സമരകാലത്ത് കാട്ടിക്കുട്ടിയിരുന്ന പേക്കൂത്തുകളും അന്ന് ഇദ്ദേഹത്തെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിലും ഇതിന് വാസ്തവം ഉണ്ടോ എന്നറിയാതെ, കാരണം ഒരു പിഞ്ചു കുട്ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ഇതിന് വാസ്തവം ഉണ്ടോ എന്നറിയാതെ പ്രതികരിക്കില്ല എന്ന നിലയിൽ തന്നെ എല്ലാവരും ഇരുന്നു. പക്ഷേ ദിവസങ്ങൾ മുന്നോട്ട് പോന്നപ്പോൾ ഇത് ഒരു ഫ്രെയിം ചെയ്ത കഥയാണ് എന്ന് അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ. വിശദ വിവരങ്ങൾ കിട്ടുന്നവരെ നമ്മളെല്ലാം ക്ഷണിച്ചിരുന്നു. ആ വിശദ വിവരങ്ങൾ കിട്ടിയപ്പോഴാണ് CAA-യുടെ ഇരയാണ് ഇദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം കേവലം എനിക്കൂടെ 10 വയസ്സായിട്ടില്ല, 6ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടേ തോന്നുന്നു. 10 വയസ്സാകാത്ത ഒരു കുട്ടി ചിലപ്പോ ചെറുപ്പം എന്തെങ്കിലും നടന്നിട്ടുണ്ടാകാം, ബാക്ക് ടെസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ ചിലപ്പോൾ താമസം പിടിക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 2 മാസത്തിന് ശേഷം വീട്ടുകാര് ഇത്തരത്തിലൊരു കേസ് കൊടുക്കുമ്പോൾ ഇതിൽ ഈ കുട്ടിയെ പുറത്താക്കണം എന്ന് താല്പര്യമുള്ളതിൽ ഈ കുട്ടിയുടെ അമ്മാവൻ ഉണ്ടായിരുന്നു, ഒരു കേസ് ഉണ്ടാക്കി പുറത്താക്കിക്കൂടെ എന്ന് ചോദിച്ചതിൽ എന്ന് അവിടെ നിന്ന് വിശ്വസനീയമായ അറിവുകൾ കിട്ടുന്നു. അപ്പോൾ അതിനുശേഷം വരുന്ന ഈ കഥ നമ്മളൊന്ന് നോക്കിയാല് ഒരു സിനിമയ്ക്ക് പോലും കഥയിൽ ചോദ്യമില്ല എന്നാ പറയുക. അപ്പൊ അതിന് പോലും പറ്റാത്തൊരു കഥയാണത്. കാരണം ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളില് ഒരു അധ്യാപകൻ പരസ്യമായ കാര്യങ്ങൾ, അത് പെൺകുട്ടികളുടെ ടോയ്ലറ്റിനകത്ത് കയറി, ആ ടോയ്ലറ്റിനകത്ത് വേറെ ആരും വരില്ലേ, ടോയ്ലറ്റിനകത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള സാഹചര്യ തെളിവുകളൊക്കെ വിടുക നമുക്ക്. അവിടെ മറ്റു കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ലേ. മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കൂ. ആ ഉടുമുണ്ടഴിച്ച് കയ്യും വായും കെട്ടി എന്നിട്ട് അധ്യാപകൻ അങ്ങനെ ഉടുമുണ്ടില്ലാതെ പോയി എന്നാണ് അധ്യാപകൻ. ബഹളം മറ്റു കുട്ടികൾ വന്നെങ്കിൽ കുട്ടികളുടെ സ്വഭാവം മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. കാരണം ഞാൻ ഒരു 3.5 പതിറ്റാണ്ടിലധികം കുട്ടികളുമായി കൈകാര്യം ചെയ്ത ആളാണ്. എനിക്ക് നന്നായി അറിയാം. അങ്ങനെ ഒരു ബഹളം ഉണ്ടായാൽ കുട്ടികളെ ഓടി വന്നിട്ട് മുണ്ടഴിച്ച് കുട്ടിയെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർ ഓടി അവരുടെ ടീച്ചർമാരുടെ അടുത്തല്ലേ ചെല്ലുക, അവരവരുടെ ഹെഡ് മാസ്റ്റർ അടുത്തല്ലേ ചെല്ലുക. ഇത് എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അവരത് വീട്ടിൽ പറയുന്നു. ഇതൊന്നും ഈ 2 മാസക്കാലം സംഭവിച്ചില്ലായിരുന്നു. ഒരു കുട്ടിയുടെ വായിൽ നിന്നും ഇത്തരം ഒരു വർത്തമാനം 2 മാസക്കാലം പുറത്തു വന്നിട്ട് ഇത്രയും പരസ്യമായി കുട്ടികൾ രക്ഷപ്പെടുത്തിയ ഒരു ആളായിട്ട്, ഒരു പെൺകുട്ടിയായിട്ട് പോലും ഈ കുട്ടികളുടെ ആരുടെയും വായിൽ നിന്നത് പുറത്തു വന്നില്ല എന്ന് പറഞ്ഞാൽ അവർ അത്തരത്തിൽ വായ കെട്ടാൻ നമുക്ക് സാധിക്കും. 1000 കുടത്തിന്റെ വായ കെട്ടാം. പക്ഷേ ഈ കുട്ടികളുടെ വായ നമ്മൾ എങ്ങനെ കെട്ടാണ്? അപ്പൊ അവിടെയൊക്കെ അത് പെയിന്റ് ചെയ്തെടുത്തതാണ്. അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടി, ഇതൊക്കെ ഇവിടെ നടക്കുന്നു. ഒരു പിഞ്ചു കുട്ടി, അദ്ദേഹത്തിന്റെ കാൽമുട്ട് വരെ പോലും ഉയരം ഉണ്ടാവില്ല ഒരു പക്ഷെ. അങ്ങനെ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് താലി കെട്ടി അമ്മയുടെ ആദ്യം പറഞ്ഞിരുന്നു, പിന്നെ അതിപ്പോ ആരുടെയോ എന്നാണ്, പിന്നെ ഫോണിലേക്ക് നഗ്നചിത്രം അയച്ചു. ആ ചിത്രം എവിടെ? പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു, നാളെ എവിടെ? അപ്പൊ ഇതെല്ലാം മൊത്തത്തിൽ പാളിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആദ്യകാലത്ത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നാൾവഴികൾ നോക്കൂ. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും SDPI ഒഴിച്ച്, അവരെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ വയ്യല്ലോ, ഒരാളും, കോൺഗ്രസ് ആകട്ടെ, CPM ആകട്ടെ, ലീഗ് ആകട്ടെ, ആരും ആകട്ടെ, ഒരു BJP-കാരനെ കിട്ടിയത്, ഒരു ഇരയെ കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ ഇവരാരും അത് ആഘോഷിച്ചില്ല. കാരണം ഈ കഥ കേൾക്കുമ്പോൾ ആർക്കും അത് കയ്യിൽ നിൽക്കില്ല എന്നവർക്കൊക്കെ ബോധ്യമായതിന് അവർ എതിർത്തിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം പറഞ്ഞു അങ്ങനൊരു പീഡനം നടന്നിട്ടില്ല എന്നുള്ളത്. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത് ഏഷ്യാനെറ്റിന്റെ ഒരു റിപ്പോർട്ട്. അദ്ദേഹം മുഖം മറച്ചുകൊണ്ടൊരു കുട്ടിയെ കൊണ്ടുവരുന്നു, ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നു. അങ്ങനെ അത് തിളപ്പിച്ച് എടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട്. പിന്നീട് ശൈലജ ടീച്ചറെ സമ്മർദ്ദത്തിലാക്കുന്നു. ഒരു മന്ത്രിയുടെ മണ്ഡലമായിട്ട് എന്തുകൊണ്ട് ഒരു പീഡനം? അപ്പൊ അത് വൈകാരികമായി അവതരിപ്പിക്കുന്നു. അതിലാണ്
ശരിക്കും പറഞ്ഞാൽ CPM വിട്ടുപോയത്. പിന്നീട് ഇവർക്കനുസരിച്ച് ചില നാടകങ്ങൾ കളിക്കുന്നു, അതിനനുസരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വെക്കുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തിരക്കിട്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു, കുറ്റപത്രം വിചാരണ കഴിഞ്ഞ് ശിക്ഷ വിധിക്കുമ്പോൾ പെട്ടെന്ന് ജഡ്ജി മാറ്റപ്പെടുന്നു, പിന്നെല്ലാം നാടകീയമാണ്. അപ്പൊ അത് ഇപ്പൊ ഹൈക്കോടതി കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സാധാരണ ജാമ്യമല്ല കൊടുത്തത്, ഏറെക്കുറെ കുറ്റവിമുക്തനാക്കപ്പെടുന്ന ഒരവസ്ഥയിലുള്ള ജാമ്യമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത്. ശരിക്കും ഇത് തിരിച്ചു കേസ് കൊണ്ടതാ. ഇത് ഇത്തരത്തിൽ ഫ്രെയിം ചെയ്തെടുത്തവർക്കെതിരെ അപകീർത്തിക്കാൻ ഒരു അധ്യാപകനെയാണ് ഇത്തരത്തിൽ സമാജത്തിൽ ഇടിച്ചു താത്തിയത്. അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹം അനുഭവിച്ച മാനഹാനി, അദ്ദേഹത്തിലൂടെ അധ്യാപകർ അനുഭവിച്ച മാനഹാനി, ഇതിനൊക്കെ വാക്കുകളെ കൊണ്ട് ഒരിക്കലും പരിഹാരമില്ല. അപ്പൊ ശരിക്ക് കാരണം ഇനിയും SDPIയുടെ വരെ ആരുമാകാം. SDPIക്ക് ശത്രു എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ തൽക്കാലം അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് കൊണ്ട് കോൺഗ്രസ്സുകാരനെയും കമ്മ്യൂണിസ്റ്റുകാരനെയൊക്കെ അവർക്ക് പഥ്യമാണ്. അതവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. അതൊരു അന്യായമായ കാര്യങ്ങളാണ് പറയുക എന്നതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവർക്കും എതിർക്കേണ്ടി വരും. അങ്ങനെ എതിർക്കുമ്പോൾ അവർക്കും ഇതേ അനുഭവമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർ ഈ കേസിന്റെ തുടക്കം മുതൽ നിന്ന് SDPIയുടെ ആളുകൾ ഇവർക്കൊക്കെ എതിരെ ഈ കേസ്, കുട്ടിയെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം കുട്ടി 9 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയുടെ ഒരു പക്ഷേ ഭാവനയും നുണയും യാഥാർത്ഥ്യവും നമ്മൾ വലിയ തിരിച്ചറിയാൻ സാധിക്കാത്തൊരു പ്രായത്തിലുള്ള കുട്ടിയാണ്. കുട്ടിയെ രക്ഷിതാക്കളെ നമ്മൾ വിടുന്നു. പക്ഷേ ഇതിന്റെ പിന്നിൽ കളിച്ച SDPIക്കാരെയും ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെയും വളരെ കൃത്യമായി തന്നെ കൂട്ടത്തക്ക വിധത്തിലുള്ള അന്വേഷണം നടന്നാൽ മാത്രമേ പത്മരാജൻ മാഷ്ക്ക് മാത്രമല്ല അതിലൂടെ മുഴുവൻ അധ്യാപക വൃന്ദത്തിനും രാഷ്ട്രീയക്കാർക്കും നീതി കിട്ടുള്ളൂ. അതെ ടീച്ചർ, ഇപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പത്മരാജൻ മാസ്റ്റർ CAA അനുകൂലിച്ചത് കൊണ്ട് ടീച്ചർ തന്നെ പറഞ്ഞു, ആ കുട്ടിയുടെ അമ്മാവൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി ഇദ്ദേഹത്തെ പുറത്താക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചു എന്നുള്ളത്. പക്ഷെ CAAയ്ക്കും അപ്പുറം ഇതിന് പിന്നിൽ മറ്റൊരു ചതിയില്ലേ? കാരണം ഈ SDPIയുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും ഇത്തരത്തിലുള്ള സംഘടനകളുടെയും ഒരു സാധാരണ പ്രവർത്തന രീതിയായിട്ട് എന്റെ നിരീക്ഷണത്തിൽ ഒരു എളിയ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു മേഖലയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന RSSകാരെയോ BJPക്കാരെയോ തിരഞ്ഞുപിടിച്ച് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആരോപണത്തിൽ പെടുത്തി അവരുടെ പ്രതിച്ഛായ തകർക്കുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക, ഇത് കാരണമാക്കി അത്തരത്തിലൊരു പ്രവർത്തന രീതി അവർക്കില്ലേ? ടീച്ചറുടെ അഭിപ്രായം എന്താണ്? അത്തരത്തിലുള്ള പ്രവർത്തന രീതിയുണ്ട്. അത് കാര്യമായി കൊലപ്പെടുത്തുന്നത് തന്നെയാണ് അവർ വിജയിച്ചു വരുന്നത്. പല സംഘടനകളിൽ നിന്നുകൊണ്ട് അവർക്ക് അത് സാധിക്കുന്നുണ്ട്. തീർച്ചയായും എനിക്ക് തോന്നുന്നു കണ്ണൂര് CPM RSS സംഘടനത്തിന്റെ ഒരു വലിയ ആദ്യത്തെ ഘട്ടമൊക്കെ കഴിഞ്ഞു പോന്നാല് പിന്നെ നോക്കിയാൽ അതിന്റെ ഉള്ളിലൊക്കെ ഇവരുടെ രഹസ്യമായ കളി ഉണ്ടോ എന്ന് പോലും സംശയിക്കണം നമുക്ക്. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നത് ഹിന്ദുക്കളാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കയറി ഈ പ്രശ്നം വഷളാക്കാനും ഇത്തരമൊരു സംഘടനത്തിലേക്ക് എത്തിക്കാനും ഒക്കെ ഇവരുടെ കരാളഹസ്തങ്ങൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായൊരു നമ്മൾ അത്തരത്തിലൊരു സംശയം അതിൽ വേണ്ട കാര്യമാണ്. അത് നമുക്ക് എന്തുകൊണ്ട് CAA ഉണ്ടായെന്ന് പറയാൻ കാരണം പാലക്കാട് ജില്ലയിൽ ഒരു വിഷയം ഉണ്ടായിരിക്കാറുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഉണ്ടായി. പാലക്കാട് ജില്ലയിലെ ഗർഭിണിയായ ഒരു അധ്യാപിക, സംസ്കൃത അധ്യാപിക, ആ സംസ്കൃത ഗവൺമെന്റ് സ്കൂളിൽ അവര് പഠിപ്പിച്ചു വിട്ട ഒരു കുട്ടി, അവർക്ക് +2 പഠിക്കണം. അവര് UP ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടി. അപ്പൊ ഇവര് നമ്മളൊരു സംസ്കൃതം എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു വൈകാരിക ബന്ധം ഉണ്ടായിട്ടാവും. പലപ്പോഴും വാട്സാപ്പ് ചാറ്റിംഗ് ഒക്കെ പതുകൊണ്ട് ഈ ടീച്ചറുമായിട്ട്. അപ്പൊ ഈ കുട്ടി അവിടെ SFI ആരോ നടത്തിയ ഒരു ഈ CAA വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതിനെ പറ്റി ടീച്ചറോട് സംസാരിച്ചപ്പോൾ ടീച്ചർ സ്വാഭാവികമായിട്ട്, കാരണം ക്ലാസ്സിലല്ല, പേഴ്സണൽ വാട്സാപ്പ് ചാറ്റിൽ പറഞ്ഞ പോലെ CAA വിഷയമുള്ളതല്ല, അത് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും മ്യാൻമറിലെയും മുസ്ലിങ്ങൾക്ക് മാത്രം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പൗരത്വം കൊടുക്കാൻ അവരിവിടുത്തെ ഭൂരിപക്ഷമാണ്, അവർക്ക് അവിടെ വിഷയം ഉണ്ടാവും എന്നൊക്കെ ടീച്ചർ ഒന്ന് ചാറ്റിംഗ് ആണ് വാട്സാപ്പ് ചാറ്റിൽ ഇത് ആ കുട്ടിക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തു. കുട്ടി അത് വേറെ ആരോടോ തർക്കിക്കുമ്പോൾ കുട്ടിയുടെ ഭാഗം പറയാൻ വേണ്ടിയിട്ട്, കാരണം ഇതാണ് ശരി, ടീച്ചറെ വിശ്വാസമാണ് ആ കുട്ടിക്ക്, അത് മറ്റൊരു കുട്ടിയുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തു. ഇത് ഇങ്ങനെ അങ്ങോട്ട് വൈറലായി. ആ ടീച്ചർക്കെതിരെ ഉണ്ടായ ഒരു ബഹളം. ആ ടീച്ചറെ ആ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. ട്രാൻസ്ഫർ ചെയ്തു എന്ന് മാത്രമല്ല, അതോ ഈ ഗർഭിണിയായ ഒരു ടീച്ചറെ 10-11 കിലോമീറ്റർ അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ഈ ട്രാൻസ്ഫർ ചെയ്ത ടീച്ചർക്ക് ടീച്ചറെ രേഖകൾ സ്കൂളിൽ നിന്ന് മേടിക്കണല്ലോ. അതിന് ഹെഡ് ടീച്ചർ പറഞ്ഞാൽ എന്താ അറിയോ, ടീച്ചർ സ്കൂളിൽ വരണ്ട. ടീച്ചർ സ്കൂളിൽ വന്നാൽ പ്രശ്നമാവുന്നു. ടീച്ചർ സ്കൂളിൽ വരണ്ട, ടീച്ചർ വരുന്ന വണ്ടിയിലേക്ക് ഞാൻ ടീച്ചറെ സർവീസ് രജിസ്റ്റർ മറ്റത് അങ്ങോട്ട് എത്തിക്കാം. ഭീകരമായ ഒരു അന്തരീക്ഷം ഒരു പേഴ്സണൽ ചാറ്റിൽ ഉണ്ടാക്കിയെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഇതൊന്നും ചെയ്തില്ല നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. എന്നിട്ടിപ്പോ CAA നടന്നില്ലേ? CAA ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിമിന് പ്രശ്നം ഉണ്ടായി? അപ്പോ കിട്ടുന്ന ഓരോന്നും അവർ അവസരമാക്കി എടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
വളരെ ജാഗ്രതയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും ടീച്ചർ തന്നെ പറഞ്ഞ പോലെ പത്മരാജൻ മാഷിന്റെ ഉണ്ടായ മാനഹാനി എല്ലാം ഇനി ഒരു കേസുകളിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്റെ ഒരു സംശയം, ഇപ്പോൾ ഈ ജാമ്യത്തിൽ ഇറക്കുന്ന പത്മരാജൻ മാഷിന്റെ അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ജീവനുള്ള ഭീഷണിയെ കുറിച്ചാണ് ഒരു ആശങ്ക, വലിയ ആശങ്ക തന്നെ എന്റെ ഉള്ളിലുണ്ട്. ടീച്ചറുടെ അഭിപ്രായം എന്താ? തീർച്ചയായും. കാരണം ഈന്തുള്ളതിൽ ബിനു നമ്മുടെ അടുത്ത് നിൽക്കുകയല്ലേ. അതെ, നടക്കാത്ത പീഡനം പറഞ്ഞ് നിസ്കാരപ്പായിലിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവൈഎഫ്ഐക്കാരനാണ്. ഡിവൈഎഫ്ഐക്കാരനുള്ള മനുഷ്യനാണല്ലോ. നമ്മളൊക്കെ വിഷയം എന്ന് പറയാം, ഡിവൈഎഫ്ഐക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഒഴിപ്പിച്ചെടുത്ത് ബിനുവിനെതിരെ വൈകാരികമായി പ്രസംഗിച്ച നേതാക്കളൊക്കെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊല ചെയ്തതിന് ശേഷം തിരിച്ചു കൊടുക്കാൻ കഴിയൂ. അവർ പറഞ്ഞു എന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഈന്തുള്ളതിൽ ബിനുവിനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതുപോലൊരവസ്ഥ പത്മരാജൻ മാസ്റ്റർക്ക് നമ്മൾ ഭയക്കണം. പിന്നെ ഒരു സംഘപ്രവർത്തകൻ എന്ന നിലയിൽ അത്തരം നിതാന്ത ഭയത്തിലൂടെയാണ് ഓരോരുത്തരും കടന്നു പോണത്. അപ്പോ സ്വന്തം ജീവിതം പ്രശ്നമാക്കി പോനാൽ പോകട്ടും പോടാ എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. കാരണം അല്ലാതെ ഇവരെയൊക്കെ പേടിച്ച് പിന്മാറിയാൽ ഇവർക്കായിട്ട് നമ്മൾ നാടാക്കി കൊടുക്കണം മാതിരിയാവില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവനിൽ നമുക്ക് ഭയമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് ഭയന്നുകൊണ്ട് അങ്ങനെ പത്മരാജൻ മാഷ് പിന്മാറും എന്നെനിക്ക് തോന്നുന്നില്ല. അവര് അത്തരം ആത്മഹത്യാപരമായ കാര്യങ്ങളിലേക്ക് ഇന്നത്തെ കാലത്ത് നീങ്ങാതിരുന്നാൽ അവർക്ക് കൊള്ളാം എന്നേ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ടീച്ചറുടെ അഭിപ്രായം പ്രേക്ഷകർ കേട്ടുവല്ലോ. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.